കാര്യം മല പോലെ വന്നത് എലി പോലെ പോയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇന്നത്തെ ഗൗരി ശങ്കരൻ പ്രൊമോ കണ്ടപ്പോൾ അത് മനസ്സിലായി. ഇന്നലെ എന്തായിരുന്നു കൊല്ലല്, ശങ്കർ ജയിലിൽ പോകല്, മറ്റത് മറിച്ചത്, ഗൗരിയുടെ അലറി വിളിച്ച് കരച്ചില്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് അതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ പ്രൊമോയിൽ അതിനെപ്പറ്റി ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതിനർത്ഥം അത് ആരുടെയോ, മിക്കവാറും ഗൗരിയുടെ തന്നെയാണ്, സ്വപ്നം തന്നെയാണ്. അതേ പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ ഗൗരിയും ശങ്കറും ഇപ്പോഴും ഒരുമിച്ച് തന്നെയുണ്ട് കേട്ടോ പ്രേക്ഷകരെ. അതിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇന്നത്തെ പ്രൊമോയിൽ ഒന്നും തന്നെ കാര്യമായി കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. ആദർശൻ്റെയും വേണ്ടിയുടെ കാര്യം കാണിക്കുന്നതേ ഇല്ല. ഇന്നത്തെ എപ്പിസോഡിലും അതുണ്ടായിരുന്നില്ല. മറിച്ച് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കമലയിടത്തിയാട്ടോ. കമലയിടത്തിയുടെ ആ ഓരോരോ വികൃതികളാണ് കാണിക്കുന്നത്. ആ സമനില തെറ്റിയ കമലയിടത്തി നമ്മുടെ എന്താ പറയുക, ശങ്കറിൻ്റെ അമ്മ അതായത് കമലയിടത്തിയുടെ അമ്മായിയമ്മയുടെ കണ്ണിൽ ഇങ്ങനെ മുളക് പൊടിയെടുത്ത് വെതറാനൊക്കെ ശ്രമിക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ കുറച്ച് കമലയുടെ ആ ഒരു സമനില തെറ്റിയ കുറച്ച് രംഗങ്ങളാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണിച്ചത്. പിന്നീട് നമ്മുടെ ഗൗരി ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ശങ്കർ എപ്പോഴും വെളുപ്പിന് അമ്പലത്തിലേക്കൊന്നും പറഞ്ഞ് പോകുന്നത് ഇനി എങ്ങോട്ടാണ്, ഒരു പിടി കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഗൗരി ഇങ്ങനെ ആലോചിക്കുന്നുമുണ്ട്. ശങ്കർ ഇനി മിസ്സിങ് ആണോ, ശങ്കറിനെ കാണാതെ ശങ്കറിനെ തേടി ഗൗരി അലയുകയാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും എങ്ങനെയൊക്കെ ആവും കഥ മാറിയാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും നമ്മുടെ ധ്രുവൻ ജീവനോടെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ ശങ്കർ അറിഞ്ഞു കഴിഞ്ഞു. ഈ ധ്രുവനെ എന്നേക്കുമായി വകവരുത്താനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ശങ്കറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.